ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ നല്ല തലേന്നത്തെ ചോറിൽ മുളകും അതുപോലെ തന്നെ ഉള്ളിയും കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ഇതിനകത്ത് ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞിട്ട് നമ്മൾ തലേന്ന് വെച്ച പഴങ്കഞ്ചിയാണിത്. അതുപോലെ അതിന് കഴിക്കാൻ വേണ്ടി കൊണ്ടുണ്ടാക്കിയ ഒരവിയലും അതുപോലെ തന്നെ ഒരു മീൻകറിയും. ഇത് ചാള മീൻകറിയാണ്, ചാള മീൻകറി. അപ്പം നമ്മളിത് എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിതെങ്ങോട്ട് നീക്കി ഇതിനകത്ത് ഉപ്പും കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പിന്നെന്താണ് ഉള്ളിയും കൂടെ കണ്ടോ? ചോറ് കണ്ടോ? നല്ല ആ ഉള്ളിയുടെയും അതുപോലെ തന്നെ ആ മുളകിൻ്റെയും ടേസ്റ്റ് എല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മീൻ കൂട്ടാനും നല്ല കായും. ഇതാണ് ഇന്ന് രാവിലത്തെ ഊണ്. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ ഇടാനൊന്ന് താമസിച്ചു പോയി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് ഒരു ഉരുള എടുത്ത് അതുപോലെ ഇത് ചെയ്യുന്നു, മീൻകറിയും കൂടെ അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ വയറിന് നല്ല തണുപ്പും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നേരത്ത് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കുറച്ച് താമസിച്ച് കഴിച്ചാൽ നമുക്ക് ഇത് നമ്മൾ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നല്ലപോലെ നിൽക്കാൻ പറ്റും. അത്ര നല്ല സ്ട്രോങ് സാധനമാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ അവർക്കൊന്നും ഒരുപാട് അസുഖങ്ങളൊന്നും ഇല്ലാത്തത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെയല്ല, കപ്പാസിറ്റി ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറവാണ്. ഇവർ പണ്ട് കാലത്തുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് കഴിച്ചിട്ട് ജോലിക്ക് അവർ എത്ര 5 മണി വരെ ആയാലും 6 മണി വരെ ആയാലും ഒരുപാട് സമയം നിൽക്കും. എന്നാൽ അവർ ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ബെസ്റ്റ് സാധനം അല്ലെങ്കിൽ ഇത്രയും ബെസ്റ്റ് ഇതെന്ന് പറയുന്നൊരു സാധനം നമുക്ക് ഇനി കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.